അങ്ങനെ നാട്ടിലെത്തി രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ പെട്ടിയും പാക്ക് ചെയ്ത് പോവാണ്. വേറെ എങ്ങോട്ടുമല്ല, ടു മൈ ഹസ്ബൻഡ്സ് പ്ലേസ്. നാട്ടിലെത്തിയാൽ എന്തുകൊണ്ടും എനിക്ക് ഫസ്റ്റ് ഇടാൻ തോന്നില്ല ഒരു നല്ല കുർത്ത അല്ലെങ്കിൽ ഒരു ചുരിദാർ. സോ ദിസ് ടൈം അനിയത്തീൻ്റെ അടുത്ത് നിന്ന് മുഖ്യ ഈ ചുരിദാർ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു മിനിമൽ മേക്കപ്പ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ ഇടും, പിന്നെ ബ്ലഷ് ഇടും, അതിൻ്റെ മേലെ പൗഡർ ബ്ലഷ്, പിന്നെ ഐലൈനർ, ബ്രൗൺ മസ്കാര, പിന്നെ നമ്മളെ നോർമൽ മസ്കാര, പിന്നെ ലിപ്സ്റ്റിക്, ലിപ് ലൈനർ, പിന്നെ ഒരു ലിപ് ടിൻറ്റ് ആൻഡ് എ ലിപ് ഗ്ലോസ്. ഇതാണ് എൻ്റെ എപ്പോഴും ഉണ്ടാകുന്ന മിനിമൽ 5 മിനിറ്റ്സ് പോലും വേണ്ട ഈ മേക്കപ്പ്. ഇതാണ് ഞാൻ യൂഷ്വലി ചെയ്യുക. പിന്നെ ഇവിടെ നാട്ടിലായതുകൊണ്ട് ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ടായതുകൊണ്ട് എൻ്റെ മുഖം ഭയങ്കര ഓയിലി ആയിട്ടുണ്ടാവും. സോ ഞാൻ ജസ്റ്റ് ഒരു പൗഡർ ഇട്ടിട്ട് ഡാൽബ സീറം ഇടും. ഇതാണ് എപ്പോഴും ഞാൻ ഓൾമോസ്റ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മൈ ന്യൂ പെർഫ്യൂം. കാരണം ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഒരു പുതിയ പെർഫ്യൂം വാങ്ങിക്കും. സോ ദാറ്റ് എനിക്കെപ്പോഴും ആ ഒരു സെൻറ്റ്, ആ ഒരു മെമ്മറി ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പെട്ടി കണ്ട നിങ്ങളും എൻ്റെ ഉമ്മനെ പോലെ തന്നെ വിചാരിക്കും ഇവളിനി തിരിച്ച് വരൂലേന്ന്. പക്ഷെ നോ, ഞാൻ തിരിച്ചു വരും. ജസ്റ്റ് 2 ഡേയ്സിനാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പെട്ടി ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ഒക്കെ ചെയ്ത് എൻ്റെ ഷവർ ജെല്ല് ലീക്കായി. അപ്പോൾ ഞാൻ അതൊന്നും മാറ്റി, എന്നിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പം എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ഔട്ട് വിത്ത് മൈ സിസ്റ്റർ. നാട്ടിലെത്തിയാലുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് പരിപാടികളുണ്ടല്ലോ, അതായത് സിം ശരിയാക്കുക, ഗൂഗിൾ പേ ശരിയാക്കുക, ബാങ്കിൽ പോവുക, അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും ഇറങ്ങിയിട്ടുള്ളത്. കാരണം എൻ്റെ സിം വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത പോലെയാണല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്ര സമയം പോകുന്നു ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എനിവേസ് പോയ കാര്യം നടന്നൊരു സന്തോഷം ഉണ്ടായി. ആൻഡ് വി വെൻ ടു ഡൈക്കറ്റ് സ്മാർട്ട്. ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ ഐ ക്യാൻ ഗെറ്റ് ലോസ്റ്റ് ഇൻ ദിസ് ഷോപ്പ്. കാരണം അവിടുത്തെ എല്ലാ സാധനങ്ങളും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ എൻ്റെ നീസനും പിന്നെ കുറച്ച് സാധനം എനിക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ലോഡഡ് ഫ്രൈസ് കഴിക്കുക എന്നുള്ളത് എൻ്റെ ലണ്ടനിൽ മുതലേ ഉള്ള ക്രേവിങ് ആയിരുന്നു. എനിക്ക് ലണ്ടനിൽ നിന്നൊന്നും നല്ല ലോഡഡ് ഫ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ വി വെൻ ടു ഹാവ് ലോഡഡ് ഫ്രൈസ് ആൻഡ് ദെൻ വി കെയിം ടു ഷുഗർ സിസ്റ്റേഴ്സ്. ഇവിടുത്തെ മെറ്റൽഡ കേക്ക് ഇസ് ഹെവൻലി. ഇതൊക്കെ കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് ഹീ കെയിം ടു പിക്ക് മീ അപ്പ്. അങ്ങനെ അവിടുന്ന് ഐ എം ഗോയിങ് ടു മൈ ഹസ്ബൻഡ്സ് പ്ലേസ്. ഇനി ഒരു 2 ദിവസം അവിടെ പോയി എല്ലാവരും വെറുപ്പിച്ചിട്ട് ഐ വിൽ ബി ബാക്ക് വിത്ത് മോർ വീഡിയോസ്. അപ്പോൾ സീ യു സൂൺ. ബൈ.